തൃശൂർ നഗരത്തിന്റെ ശ്വാസകോശമായി തേക്കിൻകാട് മൈതാനം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. നഗരമധ്യത്തിൽ പച്ചപ്പിന്റെ ശ്വാസകോശവുമായി തേക്കിൻകാട് മൈതാനം. കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ഹംസ സന്ദേശത്തിൽ ലക്ഷണമൊത്ത വട്ടമൈതാനമെന്ന വിശേഷണമുള്ള തേക്കിൻകാട് മൈതാനം തൃശൂർ നഗരത്തിന്റെ സ്വകാര്യ അഹങ്കാരമാണ്. 65 ഏക്കറിലുള്ള പച്ചപ്പിന്റെ തുരുത്ത്. ഒരു ചെറിയ കുന്നാണ് തേക്കിൻകാട് മൈതാനം. ഒത്ത നടുവിൽ ശ്രീ വടക്കുംനാഥ ക്ഷേത്രം. തേക്ക് മരങ്ങളാൽ ചുറ്റപ്പെട്ടിരുന്നതിനാലാണ് തേക്കിൻകാട് എന്ന പേരുണ്ടായതെന്ന് ചരിത്രം. കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാന്റെ കാലത്താണ് തേക്കുമരങ്ങൾ വെട്ടിത്തെളിച്ചത്. പല കാലങ്ങളിൽ നട്ടുപിടിപ്പിച്ച വൈവിധ്യമാർന്ന ഒട്ടേറെ മരങ്ങൾ ഇന്നും തേക്കിൻകാട്ടിലുണ്ട്. 5 വർഷം മുമ്പ് ഇൻടാക് എന്ന സംഘടന തേക്കിൻകാട്ടിലെ വൃക്ഷവൈവിധ്യത്തെക്കുറിച്ച് സർവേ നടത്തിയിരുന്നു. 90-ലധികം സസ്യവർഗ്ഗങ്ങളുടെ വൈവിധ്യവും 600-ലേറെ മരങ്ങളും ഈ പച്ചത്തുരുത്തിലുണ്ട്. ആൽ, മാവ്, പ്ലാവ്, ഞാവൽ തുടങ്ങിയ നാട്ടുമരങ്ങൾക്കൊപ്പം ഒട്ടേറെ കാട്ടുമരങ്ങളും. നീലപുഷ്പങ്ങൾ നിറഞ്ഞ നീർമരുത്, സ്വർണപ്പൂക്കളുമായി കർണികാരം, ചുവപ്പ് മേലാപ്പുമായി ഗുൽമോഹർ, ഇങ്ങനെ ഒട്ടേറെ മരങ്ങൾ. പാലിയും ഇലഞ്ഞിയും പവിഴമല്ലിയും പൂക്കുന്ന സുഗന്ധവും തേക്കിൻകാടിന് സ്വന്തം. നാഗലിംഗമരം, ചെമ്മരം, ഇലന്ത, പൂവം, എടല, ഉരൽമരം തുടങ്ങി വൈവിധ്യമാർന്ന ഒട്ടേറെ മരങ്ങൾ വേറെയും. 2 വലിയ ചിറകളും തേക്കിൻകാട്ടിലുണ്ട്. എന്നാൽ തേക്കിൻകാട് മതിയായ പ്രാധാന്യത്തോടെ സംരക്ഷിക്കുന്നില്ലെന്ന ആക്ഷേപം പരിസ്ഥിതി പ്രേമികൾക്കിടയിലുണ്ട്. മണ്ണൊലിപ്പും സംരക്ഷണമില്ലായ്മയും ഒട്ടേറെ മരങ്ങളുടെ നാശത്തിന് കാരണമായിട്ടുണ്ട്. നഗരമധ്യത്തിലെ ഈ പച്ചപ്പ് അർഹമായ പ്രാധാന്യത്തോടെ സംരക്ഷിക്കണമെന്നാണ് പരിസ്ഥിതി പ്രേമികളുടെ ആവശ്യം. TCV തൃശൂർ.